ഡിസംബർ 18 ബുധനാഴ്ച. മത്തായി 1 18 മുതൽ 25 വരെ വാക്യങ്ങൾ. ഒരിക്കൽ പുതിയതായി ചാർജ് എടുത്ത ഒരു ബിഷപ്പ് ജോൺ 23 മാർപ്പാപ്പയുമായി സ്വകാര്യ സന്ദർശനത്തിനിടെ തൻ്റെ പുതിയ ഉത്തരവാദിത്വം രാത്രി ഉറങ്ങുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുമെന്ന് പരാതിപ്പെട്ടു. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, ഞാനും മാർപ്പാപ്പയായതിൻ്റെ ആദ്യ ആഴ്ചകളിൽ ഇങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഒരു രാത്രി ഞാൻ എൻ്റെ കാവൽ മാലാഖയെ സ്വപ്നം കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജിയോവാനി, നീ സ്വയം നിന്നെ തന്നെ സീരിയസായി എടുക്കരുത്. പിന്നീട് ഉള്ള രാത്രികളിൽ അതുമൂലം എനിക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നു. ഒരുപക്ഷെ മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിന് രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നു. നമുക്കറിയാവുന്നതുപോലെ മറിയം ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും അവർ ഒരുമിച്ച് ജീവിക്കുന്നതിന് മുമ്പ് താൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന് മറിയം കണ്ടെത്തി. ജോസഫ് നല്ല മനുഷ്യനായിരുന്നു. എന്നാലും ഈ സാഹചര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് മറിയത്തെ നിശബ്ദമായി വിവാഹമോചനം ചെയ്യാൻ ജോസഫ് തീരുമാനിച്ചു. അവരുടെ സമൂഹത്തിൽ അവളെ അപമാനിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അപ്പോഴാണ് ഒരു സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ട് മറിയം എങ്ങനെ ഗർഭം ധരിച്ചു എന്ന് വിശദീകരിക്കുന്നത്. മാലാഖയുടെ വാക്കുകളോട് ജോസഫ് ആദ്യം എങ്ങനെ പ്രതികരിച്ചു എന്ന് മത്തായി പറയുന്നില്ല. എന്നിരുന്നാലും ജോസഫ് ഉണർന്നപ്പോൾ കർത്താവിൻ്റെ ദൂതൻ നിർദ്ദേശിച്ചതുപോലെ ചെയ്തു. അവൻ മറിയയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മത്തായിയുടെ സുവിശേഷം യേശുവിനെ ദാവീദിൻ്റെ പുത്രനായും യഹൂദ ജനത കാത്തിരുന്ന രാജാവായും ഉയർത്തിക്കാട്ടുന്നു. യേശു എന്ന പേരിൻ്റെ അർത്ഥം അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കും എന്നാണ്. യഹൂദന്മാർ തങ്ങളുടെ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് തങ്ങളെ വിടുവിക്കാൻ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അടിമത്തത്തിൻ്റെ ഉറവിടമായ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും അവരെ വിടുവിക്കാൻ ദൈവം തൻ്റെ ഏകപുത്രനെ തന്നെ അയച്ചു. മത്തായിയുടെ ഈ സുവിശേഷ ഭാഗത്തിൽ യേശുവിൻ്റെ മറ്റൊരു നാമവും നമുക്ക് കാണാം, ഇമ്മാനുവേൽ. അതായത് ദൈവം നമ്മോടൊപ്പമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം വെറുമൊരു രാജാവിനെ അല്ല അയച്ചത്, പിന്നെയോ അവിടുന്ന് തന്നെയാണ് രാജാവ്. അവൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചു. കേവലം നമുക്ക് ദൃശ്യമാകാൻ മാത്രമല്ല, തൻ്റെ ജനത്തോട് ഒന്നായിരിക്കാനും അവർ അനുഭവിക്കുന്നത് അനുഭവിക്കാനും പാപം കൂടാതെ എല്ലാ വിധത്തിലും പരീക്ഷിക്കപ്പെടാനും അവൻ ആഗ്രഹിച്ചു. ഇത് കാണിക്കുന്നത് ദൈവം തൻ്റെ ജനത്തോട് എത്രമാത്രം കരുതലുള്ളവനാണെന്നാണ്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു.
കാരണം അവൻ തന്നെ കഷ്ടപ്പാടും മരണവും അനുഭവിച്ചു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.